ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം മൊനീറ. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടോകോൾ ഏതാണ്? ക്യോട്ടോ പ്രോട്ടോകോൾ. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടോകോൾ ഏതാണ്? ക്യോട്ടോ പ്രോട്ടോകോൾ. ആനർ, ഗിർന ഏത് നദിയുടെ പോഷക നദികളാണ്? താപ്തി. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗ്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗ്. രാത്രികാലങ്ങളിൽ പർവ്വതദേശങ്ങളിൽ നിന്നും താഴ്വാരത്തിലേക്ക് വീശുന്ന കാറ്റിന്റെ പേരെന്ത്? പർവ്വതക്കാറ്റ്. രാത്രികാലങ്ങളിൽ പർവ്വതദേശങ്ങളിൽ നിന്നും താഴ്വാരത്തിലേക്ക് വീശുന്ന കാറ്റിന്റെ പേരെന്ത്? പർവ്വതക്കാറ്റ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശകളിൽ വരച്ചിട്ടുള്ള രേഖകളെ ഡാഷ് എന്നറിയപ്പെടുന്നു. ഈസ്റ്റിങ്സ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശകളിൽ വരച്ചിട്ടുള്ള രേഖകളെ ഡാഷ് എന്നറിയപ്പെടുന്നു. ഈസ്റ്റിങ്സ്. കർണാടകയിലെ ആദി ചൂഞ്ചനഗിരി പക്ഷി സങ്കേതം ഏതു പക്ഷിയുമായി ബന്ധപ്പെട്ടതാണ്? മയിൽ. കർണാടകയിലെ ആദി ചൂഞ്ചനഗിരി പക്ഷി സങ്കേതം ഏതു പക്ഷിയുമായാണ് ബന്ധപ്പെട്ടത്? മയിൽ. ദ്വിമേഖല സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. കുടുംബങ്ങൾ, സംരംഭങ്ങൾ. ദ്വിമേഖല സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. കുടുംബങ്ങൾ, സംരംഭങ്ങൾ. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനം. വാർത്താവിനിമയം. ഇന്ത്യയിലെ മില്ലറ്റ്സ് ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് സംസ്ഥാനമാണ്? രാജസ്ഥാൻ. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന്റെ മുഴുവൻ ചെലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന്റെ മുഴുവൻ ചെലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തിരഞ്ഞെടുപ്പ് എത്രാമത്തെ തിരഞ്ഞെടുപ്പായിരുന്നു? 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തിരഞ്ഞെടുപ്പ് എത്രാമത്തെ തിരഞ്ഞെടുപ്പായിരുന്നു? 18ാമത്തെ. 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തിരഞ്ഞെടുപ്പ് എത്രാമത്തെ തിരഞ്ഞെടുപ്പ് ആയിരുന്നു? 18ാമത്തെ. ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് വിമാനത്താവളമാണ്? കൊച്ചി. ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് വിമാനത്താവളമാണ്? കൊച്ചി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ ദിവസങ്ങൾ ഉറപ്പു നൽകുന്നു? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ ദിവസങ്ങൾ ഉറപ്പു നൽകുന്നു? 100. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ ദിവസങ്ങൾ ഉറപ്പു നൽകുന്നു? 100. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിം ആയി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിം ആയി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? ആട്ടം. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിം ആയി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? ആട്ടം.
സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം. മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം. പെരികാർഡിയം. മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം. പെരികാർഡിയം. ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഓക്സിജൻ. ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഓക്സിജൻ. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭിക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭിക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭിക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. താലോലം. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭിക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. താലോലം. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏത്? ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏത്? ത്രോംബോസൈറ്റ്. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏത്? ത്രോംബോസൈറ്റ്. DNA-യിലെ നൈട്രോജീനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏത്? DNA-യിലെ നൈട്രോജീനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏത്? യുറാസിൽ. DNA-യിലെ നൈട്രോജീനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏത്? യുറാസിൽ. നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിന്റെ അഭാവമാണ്? നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിന്റെ അഭാവമാണ്? വിറ്റാമിൻ എ. നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിന്റെ അഭാവമാണ്? വിറ്റാമിൻ എ. സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ദർപ്പണം. സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ദർപ്പണം. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ജാവലിൻ. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ജാവലിൻ. അപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. മൊനീറ. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോകോൾ ഏതാണ്? ക്യോട്ടോ പ്രോട്ടോകോൾ. അനർ, ഗിർന ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? താപ്തി. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗ്. രാത്രികാലങ്ങളിൽ പർവ്വതദേശങ്ങളിൽ നിന്നും താഴ്വാരത്തിലേക്ക് വീശുന്ന കാറ്റിന്റെ പേരെന്ത്? പർവ്വതക്കാറ്റ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശകളിൽ വരച്ചിട്ടുള്ള രേഖകളെ ഡാഷ് എന്നറിയപ്പെടുന്നു? ഈസ്റ്റിങ്സ്. കർണാടകയിലെ ആദി ചുഞ്ചനഗിരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായാണ് ബന്ധപ്പെട്ടത്? മയിൽ. ദ്വിമേഖല സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. കുടുംബങ്ങൾ, സംരംഭങ്ങൾ. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനം. വാർത്താവിനിമയം. ഇന്ത്യയിലെ മില്ലറ്റ്സ് ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് സംസ്ഥാനമാണ്? രാജസ്ഥാൻ. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന്റെ മുഴുവൻ ചെലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തിരഞ്ഞെടുപ്പ് ആയിരുന്നു? 18ാമത്തെ. ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് വിമാനത്താവളമാണ്? കൊച്ചി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ ദിവസങ്ങൾ ഉറപ്പു നൽകുന്നു? 100. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിം ആയി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? ആട്ടം. സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം. പെരികാർഡിയം. ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഓക്സിജൻ. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. താലോലം. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏത്? ത്രോംബോസൈറ്റ്. DNA-യിലെ നൈട്രോജീനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏത്? യുറാസിൽ. നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിന്റെ അഭാവമാണ്? വിറ്റാമിൻ എ. സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ദർപ്പണം. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ജാവലിൻ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.